ഒക്ടോബർ 2 മറ്റൊരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഭരണത്തിന്റെ തണലിൽ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർക്കെതിരെ നാമജപവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങിയ ദിനം കൂടിയാണിത്. 2018 ഒക്ടോബർ 2 ശബരിമലയിലെ ആചാര ലംഘന ശ്രമങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് സ്ത്രീകൾ നാമജപവുമായി പന്തളത്ത് ഒത്തുകൂടിയത്. നാമജപ യാത്രയുടെ 6ാം വാർഷികമാണ് ഇന്ന്. പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുന്നിൽ വീണ്ടും ഭക്തർ ഇന്ന് ഒത്തുകൂടും. നമുക്ക് ആ പഴയ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം. അതൊരു ഓർമ്മപ്പെടുത്തലാണല്ലോ. സി.ജി. ഉമേഷ് ഒപ്പം ചേരുന്നുണ്ട്. സി.ജി. ഉമേഷ്, ഈ ദൃശ്യങ്ങളൊക്കെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ദിവസങ്ങളിൽ സജീവമായി അവർക്കൊപ്പം ആ റിപ്പോർട്ടിങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന ആളാണ് സി.ജി. ഉമേഷ്. അതുകൊണ്ട് ആ കാലം ഒന്ന് ഓർത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യനും ഉമേഷാണ്. പറയൂ. തീർച്ചയായും ഇർഷാദ്, അതൊക്കെ 6 വർഷങ്ങളെന്ന് പറയുമ്പോൾ അത് എത്ര പെട്ടെന്ന് കടന്നുപോയി എന്നതാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം മണികണ്ഠൻ ആൽത്തറയ്ക്ക് സമീപമാണ്. ഇവിടെ നിന്നാണ് ആ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഒരു തുടക്കമുണ്ടായത്. ശബരിമല ക്ഷേത്രവും അയ്യപ്പനും ഒക്കെ എത്രത്തോളം വൈകാരികമാണ് ഭക്തർക്കുള്ളിൽ എന്നതിൻ്റെ ഒരു തെളിവായി മാറുകയായിരുന്നു അന്നത്തെ ആ നാമജപ ഘോഷയാത്ര. പ്രത്യേകിച്ച് വലിയ ആഹ്വാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പന്തളം കൊട്ടാരം മാത്രം മുന്നോട്ട് വെച്ചൊരു ആഹ്വാനമായിരുന്നു. ആഹ്വാനം പിന്നീട് NSS പോലെയുള്ള സാമുദായിക സംഘടനകൾ ഏറ്റെടുക്കുന്നു, വിവിധ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ വലിയൊരു പ്രക്ഷോഭമായി ഒരു തുള്ളി പലവെള്ളം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമായിരുന്നു 2018 ഒക്ടോബർ 2 എന്നത്. അതിൻ്റെ സംഘാടകരായിരുന്ന പന്തളം കൊട്ടാരം പോലും പ്രതീക്ഷിച്ചതിൽ എത്രത്തോളം വലിയൊരു ജനപങ്കാളിത്തം ഇവിടേക്ക് അങ്ങനെ ഒഴുകിയെത്തുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഉടനീളമുള്ള എല്ലാ ഭാഗത്തുമുള്ള സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം തന്നെയായിരുന്നു അതിലേറെ ശ്രദ്ധേയമായിരുന്നത്. അങ്ങ് ഇവിടെ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്ത് മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ നിന്നാണ് അന്ന് ആ നാമജപ ഘോഷയാത്ര ആരംഭിച്ചത്. തുടക്കം മുതലിങ്ങ് അതിൻ്റെ മുൻഭാഗം ഇങ്ങ് മണികണ്ഠൻ ആൽത്തറയ്ക്ക് മുമ്പിലെത്തുമ്പോഴും അതിൻ്റെ പിൻഭാഗം തുടങ്ങിയിടത്തു നിന്നും പിന്നോട്ട് പിന്നെയും അങ്ങനെ നീണ്ടു കിടക്കുക. ഏതാണ്ട് 50,000-ഓളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തു എന്നാണ് ഒരു അനൗദ്യോഗിക കണക്കുകളൊക്കെ പുറത്തു വന്നത്. അതായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരലംഘനവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്ഷോഭങ്ങൾക്കും ഒരു ഇന്ധനമായി മാറിയത് പന്തളത്ത് നടന്ന നാമജപ യാത്രയായിരുന്നു. മാത്രമല്ല സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ചത് അല്ലെങ്കിൽ CPM-നെ വലിയൊരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയതൊക്കെ അത്തരം അന്ന് പന്തളത്തേക്ക് ഒഴുകിയെത്തിയ ആ നാമജപ യാത്രയുമായി എത്തിയ സ്ത്രീകളായിരുന്നു, അമ്മമാരായിരുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ പൃഥ്വിപാൽ കൂടി ചേരുന്നുണ്ട്. അന്ന് ആചാര സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട ഈ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളാണ്. 6 വർഷം കഴിയുന്നു. അന്ന് പ്രത്യേകിച്ച് വലിയ ആഹ്വാനമൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ തരംഗമായിരുന്നില്ല. ശശികുമാര വർമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ മറ്റോ ആയിരുന്നു അതിന് തുടക്കമുണ്ടായത്. ഒക്ടോബർ 2 നാമജപവുമായി എല്ലാവരുടെയും ഒത്തുകൂടണമെന്നൊരു ആഹ്വാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൊട്ടാരത്തെ പോലും എത്തിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് സ്ത്രീകൾ ഇവിടേക്ക് ഒഴുകിയെത്തത്. 6 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെ ഓർക്കാതെ? 2018 സെപ്റ്റംബർ 29 ഈ കോടതി വിധി ഉണ്ടാകുന്നത്. കോടതി വിധിക്ക് ശേഷം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു വലിയ വേദനയായിട്ട് നമുക്ക് നിൽക്കുന്നു. ശശികുമാര വർമ്മ തമ്പുരാൻ കൊട്ടാരത്തിൽ വിളിച്ചു ചേർത്ത ഒരു ചെറിയ യോഗത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം പ്രതിഷേധ തരത്തിൽ ഒരു നാമജപ യാത്ര സംഘടിപ്പിക്കാനായിട്ട് ഒക്ടോബർ 2 തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്.
അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു അയ്യപ്പ ഭക്തരുടെ നാമജപ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെയും അല്ല അന്ന് ഒത്തുകൂടിയ ഹൈന്ദവ സംഘടനകളുടെ അയ്യപ്പ ഭക്തരുടെയൊക്കെ പ്രതീക്ഷയൊക്കെ മറികടക്കുന്ന തരത്തിൽ 10,000-കണക്കിന് ആളുകൾ നമുക്ക് ഇവിടെ ഒത്തുചേരാൻ അന്ന് മഴയുടെ സാഹചര്യം പോലും അവഗണിച്ച് ആളുകൾ നമ്മൾ തുടങ്ങാൻ 5 മണിക്ക് തീരുമാനിച്ചെങ്കിൽ 2 മണിയോടുകൂടി തന്നെ ഇവിടെ ഇത് യോഗം നടക്കുന്ന സ്ഥലം മുതൽ ഇത് തുടങ്ങാനുള്ള ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്ത് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഇത് നമ്മൾ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമായിട്ട് സർക്കാരിൻ്റെയും വിവിധ സംഘടനകളുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കുന്ന വേറൊരു വിചിന്തനത്തിന് തയ്യാറാകുന്ന തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേണം പറയാൻ. നാമജപ യാത്രയ്ക്ക് ശേഷം നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല രാജ്യങ്ങളിൽ നിന്നും ഭക്തർ തമ്പുരാനെയും അതേപോലെ ഇതിൻ്റെ സംഘാടകരെയും ഒക്കെ വിളിച്ച് ഞങ്ങൾ ഇവിടെയും പ്രതിഷേധം നടത്തി. വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രതിഷേധങ്ങൾ അലയടിച്ചു. NSSൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പിന്തുണ, അതേപോലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്ത സംഘടനകളെയും ഒക്കെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നവരെ ഒന്നിച്ചു ചേർക്കുവാനായിട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഏതൊരു അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക വിഷയങ്ങളിൽ ഉണ്ടാകുന്ന തർക്കത്തെ ചോദ്യം ചെയ്യത്തക്ക തരത്തിൽ സ്ത്രീകളെയും ഈ സംഘടനകളിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലാത്തവരെയും പോലും പ്രതികരണ ശേഷിയുള്ളവരാക്കുന്ന ഒരു ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കുവാനായിട്ട് ഒരു തുടക്കമായിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ തന്നെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഈ നാമജപം ഒരു പ്രതിഷേധമായി മാറ്റുന്നതിന് തുടക്കം കുറിച്ചത് ഈ പന്തളവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതിനുശേഷം ഇങ്ങോട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട് പിന്നീട് രാജ്യത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തൊക്കെ അത്തരം നാമജപ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ശബരിമലയ്ക്ക് ശേഷം 2020 ശേഷം ഈ നിലപാടിൽ നിന്ന് CPM അല്പം പിന്നോട്ട് പോയതിനു ശേഷം എവിടെ ക്ഷേത്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്ക് നേരെ ഒരു കടന്നുകയറ്റമുണ്ടോ അവിടെയൊക്കെ നാമജപം ഒരു വലിയ പ്രതിരോധ മാർഗമാക്കി, ആയുധം കൊണ്ടോ അല്ലെങ്കിൽ സംഘർഷം കൊണ്ടോ അല്ലാതെ നാമജപം ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് ഭക്തസമൂഹം മാറുന്നതിനൊരു തുടക്കമായിരുന്നില്ലേ പന്തളം? മന്ത്രത്തിൻ്റെ ശക്തി, ആ മന്ത്രത്തിൻ്റെ ശക്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തെ ലോകവ്യാപകമായിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രശക്തി കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ഹൈന്ദവ ജനതയും അയ്യപ്പ വിശ്വാസികളെയും വിവിധ